ചങ്ങമ്പുഴയുടെ ഒരു ഗുണം അതാ. എന്തിനെക്കുറിച്ചും കവിത എഴുതും. ചരായക്കടയെങ്കിൽ ചരായക്കട, ദൈവമെങ്കിൽ ദൈവം, നരകമെങ്കിൽ നരകം. മൂപ്പർക്കൊന്നും ഒരു പ്രശ്നമല്ല. അങ്ങനെ ജീവിച്ച ഒരാളാണ്. വാസ്തവത്തിൽ ചങ്ങമ്പുഴ എന്നുള്ളത് ഒരാളുടെ പേരല്ല കേട്ടോ, ഒരു കാലഘട്ടത്തെ വലയം ചെയ്ത അനുഭൂതിയുടെ മൊത്തം പേരാണ് ചങ്ങമ്പുഴ. അല്ലാതെ അതൊരാളൊന്നുമല്ല, ഒരാളായിട്ട് പുറത്തു വന്നു എന്നേ ഉള്ളൂ. ഒരു കാലത്തിൻ്റെ ഭാവുകത്വം മുഴുവൻ ഒരൊറ്റ വ്യക്തിയിൽ ഊറിക്കൂടി നിന്നാൽ എന്താവുമോ അതായിരുന്നു ചങ്ങമ്പുഴ. ചങ്ങമ്പുഴ നിറഞ്ഞു പെയ്തൊരു മഴയാണ്, ഇപ്പോൾ പെയ്യണ മഴ പോലെ. അത് നനയാത്തവരായിട്ട് ആരുമില്ലായിരുന്നു കേരളത്തിൽ. നനയരുതെന്ന് വാശി പിടിച്ച ആളുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ വൈലോപ്പിള്ളി അങ്ങനെയായിരുന്നു, ചങ്ങമ്പുഴയെ പോലെ എഴുതരുത്. അതുകൊണ്ട് NV അങ്ങനെയായിരുന്നു. NVയുടെ ആദ്യത്തെ സമാഹാരത്തിൻ്റെ പേര് ചാട്ടവാർന്ന. ചങ്ങമ്പുഴയെ തല്ലാനുള്ള ചാട്ടയാണിതെന്നാണ് അതിൻ്റെ ശരിയായ അർത്ഥം. കാരണം ചങ്ങമ്പുഴ മനസ്സുനി എന്നൊക്കെ പേരിടും, സ്പന്ദിക്കുന്ന അസ്ഥിമാടം എന്നൊക്കെ പേരിടുമ്പോഴാണ് ചാട്ടവാർ, കൊച്ചു തൊമ്മൻ എന്നൊക്കെ. അതും രമണനെതിരെയാണ് കൊച്ചു തൊമ്മൻ. പിന്നെ ലേഖനങ്ങൾക്ക് തലക്കെട്ടിടുന്നത് പോലെ NV കവിതയ്ക്ക് തലക്കെട്ടിട്ടു, നീണ്ട കവിതകൾ. അടുത്ത സമാഹാരത്തിൻ്റെ പേര് കുറെ കൂടി നീണ്ട കവിതകളാണ്. കവിത നീണ്ടുന്നാണോ കുറെ കൂടി കവിത എഴുതിയെന്നാണോ ഇങ്ങനെ. പക്ഷെ സൂക്ഷിച്ചു നോക്കിയാൽ NVയിൽ നിങ്ങൾക്ക് ചങ്ങമ്പുഴ അലയടിക്കുന്നത് കാണാൻ പറ്റും. നന്നങ്ങാടികളൊക്കെ നോക്കിയാൽ കാണാം. അരയാൽ വിത്തിലൊരരയാൽ പോലെ നന്നങ്ങാടിയിൽ ഒരു വിശ്വം ഞാൻ അവലോകിപ്പു സനാതന ചടുല പ്രാണസ്പന്ദന വിതത വിലാസം എന്നൊക്കെ വായിച്ചാൽ ഏതാണ്ട് ചങ്ങമ്പുഴയുടെ ഒരു മുഴക്കുണ്ട്. അത് ചങ്ങമ്പുഴയുടെ സിദ്ധി കൊണ്ടല്ല, മലയാള ഭാഷയുടെ ജീനിയസിനെ ചങ്ങമ്പുഴ തൊട്ടെടുത്തോളം വേറെ ആരും തൊട്ടിട്ടില്ല എന്നുള്ളത് ആധുനിക ഘട്ടത്തിൽ. അതുപോലെ ചെന്ന് തൊട്ട ഒരാളില്ല. ഇപ്പം ഈ കൃഷ്ണൻ നായർ പണ്ട് പറയുമല്ലോ സുപ്രീം പോയറ്റിക് അട്രൻസ് എന്നൊക്കെ. കൃഷ്ണൻ നായർ ഒരു ബെടായിട്ട് പറയണതാണ്, എങ്കിലും അങ്ങനെ ആകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അത് ഈ മനസ്സിനിയിലൊക്കെ കാണാൻ പറ്റും. നീലാരണ്യ നിചോള നിവേശിത നീഹാരാർദ്ര മഹാദ്രികളിൽ എന്നൊക്കെ തുടങ്ങുന്ന ആ ഭാഗം നോക്കിയാൽ ഒരാൾ ആലോചിച്ചെഴുതുന്ന കവിതയൊന്നുമല്ല, അത് വന്ന് അലയടിക്കുന്ന വാക്കാണ്. അങ്ങനെ കുഞ്ചൻതമ്പ്യാർക്ക് മാത്രമേ ആ നിലയിൽ വാക്കുണ്ടായിട്ടുള്ളൂ. ഇപ്പം പൊതുവെ കവികൾ പറയുമല്ലോ ഈ വാക്ക് വേണം എന്ന് പ്രാർത്ഥിക്കുമല്ലോ. നമ്പ്യാർ മാത്രം മറിച്ച് പറഞ്ഞ ഒരാൾ. ഇപ്പം എഴുത്തച്ഛൻ പറയും വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ. വാക്ക് വേണം. ആശാനും അങ്ങനെയാണ്. തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുപായം, ഇന്ന് ഭാഷ ഇത് അപൂർണം എന്ന് പറയും. വള്ളത്തോൾ എഴുതിയിട്ടുണ്ട്, എന്തെനിക്ക് ഏകീല വാക്കൊന്നും ബന്ധുരം തവ രൂപം വിവരിക്കാൻ. വാക്ക് വേണം. നമ്പ്യാർ മാത്രമാണ് മറിച്ച് പറഞ്ഞൊരാൾ. പാൽക്കടൽ തിര തള്ളിയേറി വരുന്ന പോലെ പദങ്ങളൻ നാക്കിലങ്ങൊരു നൃത്തമാണത് ഭോഷ്കു ചൊല്ലുകയല്ല ഞാൻ. തിരമാല പോലെ വാക്കുണ്ട്, വെറുതെ പറയണതല്ല. അത് ഉള്ളൽ വായിച്ചറിയാം. കുട്ടികൃഷ്ണന്മാർക്ക് അത് ഇഷ്ടമായില്ല. അതിനെക്കുറിച്ച് വിജയൻ മാഷ് പറയുന്നുണ്ട്, ഈ നമ്പ്യാർ എഴുതിയത് കവിതയല്ല, സന്ധ്യയ്ക്ക് അമ്പലപ്പറമ്പിൽ നാട്ടുകാരെ നടുക്കുന്ന തുള്ളാനുള്ളൊരു സാധനമാണ് എന്നോർക്കാണ്ടാണ് മാരാർ ഈ വിമർശനം മുഴുവൻ എഴുതിയത്. തുടർന്ന് ഒരു വാക്യം എഴുതുന്നത്, മീഡിയത്തെക്കുറിച്ചറിയാതെ വിമർശിക്കാൻ ഇറങ്ങുന്നവർ മീഡിയത്തിൽ മുങ്ങിച്ചാവും. കാരണം ഈ തുള്ളൽ എഴുത്തച്ഛൻ്റെ കവിത പോലൊരു കവിതയാണെന്ന് ധരിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും തുള്ളൽ മനസ്സിലാവില്ല. തുള്ളൽ അത്യാവശ്യം മദ്യപിച്ച് അത്യാവശ്യം ആഘോഷപ്രിയരായി അമ്പലപ്പറമ്പിൽ നിൽക്കുന്ന ഒരു നാട്ടുകൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് തുള്ളാനുള്ളതാണ്. അത് എഴുത്തച്ഛൻ്റെ പോലെ കവിത എഴുതിയാൽ ഒരു ദിവസം പോലും തുള്ളേണ്ടി വരില്ല. 300 കൊല്ലമായിട്ട് ഇത് തുള്ളാൻ പറ്റിയത് ഇങ്ങനെ എഴുതിയതുകൊണ്ടാണ്. അപ്പം എന്താ വെച്ചാൽ വലിയ പ്രതാപികളൊക്കെ നിലംപരിശായി, വലിയ ദേവേന്ദ്രനൊക്കെ വരും, നിലംപരിശായി പോകും. അപ്പം നാട്ടുകാർക്കൊക്കെ ഒരു സന്തോഷം, നമ്മളെപ്പോലെ ഒരുത്തരാണല്ലോ ഇവനൊരു തോന്നൽ വരും. അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് ഈ പ്രതാപങ്ങളെ മുഴുവൻ അഴിച്ചു കൊണ്ടത് കളഞ്ഞ ഒരാളാണ് നമ്പ്യാർ. അതുകൊണ്ടാണ് പിൽക്കാലത്ത് വരാനിരുന്ന നോവലിൻ്റെ ഗദ്യപ്രകൃതം മലയാളത്തിൽ ആദ്യം കൊണ്ടുവന്നത് നമ്പ്യാരാണെന്ന് വി രാമകൃഷ്ണൻ പറയുന്നത്. ഈ എന്താ പറയുക പോയട്രി എന്നുള്ളതിൽ നിന്ന് ഈ എന്താ പറയുക പ്രൊസൈക്ക് എന്ന് മിഖായിൽ ബെക്തിൻ പറയും. പോയറ്റിക് എന്നുള്ളതിൻ്റെ വിപരീതമായിട്ട് പ്രൊസൈക്നെസ്, ഒരു തരത്തിലുള്ള ഗദ്യാത്മകത, ആ ഗദ്യാത്മകതയെ കവിതയിലേക്ക് കൊണ്ടുവരികയാണ് നമ്പ്യാർ ചെയ്തത്. അത് തുള്ളലായതുകൊണ്ട് സംഭവിച്ചതാണ്. അപ്പോൾ ആ നമ്പ്യാർക്ക് ഇങ്ങനെ ഭാഷയിലൊരു ഊന്നലുണ്ടായിരുന്നു. ഈ ഒരു വലിപ്പം നമ്പ്യാർക്ക് അത് മാത്രമല്ല കേട്ടോ. ഒരുപക്ഷെ ഈ നിരൂപകന്മാരെ ഇതുപോലെ നേരിട്ടൊരു കവിയില്ല. അതിൽ എനിക്ക് മനോഹരമായിട്ട് തോന്നിയൊരു കാര്യമുണ്ട്. നമ്പ്യാർ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, നിങ്ങൾ വിമർശിക്കണമൊക്കെ നല്ലതാണ്, പക്ഷെ നന്നായിട്ട് പഠിച്ചിട്ട് വേണം പറയാൻ, അല്ലാതെ കണി കണ്ടതൊക്കെ വിളിച്ചു പറയരുത്. പിന്നെ പറയണത്, അറിയാത്ത മഹാമൂഢൻ തെറിവാക്ക് പറഞ്ഞെന്നാൽ എറിഞ്ഞു കാലൊടിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിനെല്ലാവരും എന്നാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ മലയാളത്തിൽ നിരൂപന്മാർ വാക്യമുണ്ടാവില്ല, എറിഞ്ഞു കാലൊടിക്കും എന്നൊക്കെ നിരൂപകരെ വെല്ലുവിളിക്കാൻ പോകുന്ന വല്ലാത്തൊരു ബലമുള്ള കവിയാണ്. അതേസമയം അതിമനോഹരമായിട്ട് എഴുതും കേട്ടോ.
ഇപ്പോൾ ശ്രീകൃഷ്ണരുത മണിപ്രവാളം അതിലാണല്ലോ നമ്മുടെ വിവേകം എന്നുള്ള വാക്ക് നമ്പ്യാർ ഉപയോഗിച്ച് അത്രയും ഭംഗിയിൽ മലയാളത്തിൽ ആരും ഉപയോഗിച്ചിട്ടില്ല. ദാരിദ്ര്യം എന്തെന്നറിഞ്ഞവർക്ക് പാരിൽ പരക്ലേശ വിവേകമുള്ളൂ. ഈ വിവേകത്തിന് അതിനേക്കാൾ വലിയൊരു അർത്ഥമില്ല കേട്ടോ. പരക്ലേശ വിവേകം അതെഴുതിയ കവിയാണ് നമ്പ്യാർ. അല്ലാതെ ഈ നമ്മൾ കരുതുന്ന പോലെ ഈ തുള്ളൽ മാത്രമൊന്നും എഴുതിയ ആളല്ല. മറുഭാഗത്ത് വലിയ കവിതയുണ്ട് നമ്പ്യാരുടെ. അത് വേറൊരു വഴി. എന്തായാലും ഞാൻ പറഞ്ഞത്, ഈ നമ്പ്യാർക്ക് ശേഷം ഭാഷ ഇതുപോലെ ഒഴുകിയത് ചങ്ങമ്പുഴയിലാണ്. പക്ഷേ ചങ്ങമ്പുഴയ്ക്ക് പിടിയിൽ പെടാതിരിക്കാൻ അന്ന് ആർക്കും കഴിയുമായിരുന്നില്ല. ബോധപൂർവം ശ്രമിച്ചിട്ട് പോലും. വൈലോപ്പിള്ളി അങ്ങനെ ശ്രമിക്കുന്നുണ്ട് ചങ്ങമ്പുഴ ആകാതിരിക്കാൻ. പക്ഷേ ചങ്ങമ്പുഴയുടെ പിടിയുണ്ട്. ആ വൈരുദ്ധ്യം വൈലോപ്പിള്ളി കുടിയൊഴിക്കലിൽ ഒരു ഭാഗത്ത് വൈലോപ്പിള്ളി എഴുതിയിട്ടുണ്ട്, ധന്യനാം ഇടപ്പള്ളിയിലെ ഗാനകിന്നരൻ്റെ കവിതകൾ പാടി കൂട്ടുകാരുമായി എന്നയൽവക്കത്ത് കയ്യു കൊട്ടി കളിച്ചതിന് ശേഷം എന്നുടെ ഒച്ച കേട്ടുപോയെന്ന് പിറ്റേന്ന് ചോദിക്കുവോളെ. ധന്യനാം ഇടപ്പള്ളിയിലെ ഗാനകിന്നരൻ്റെ കവിതകൾ. ഞാനും കവിതയൊക്കെ എഴുതുന്നുണ്ട്, പക്ഷെ കാമുകി പാടുന്നത് ഗാനകിന്നരൻ്റെ കവിതകളാണ്. ഞാൻ ഒരാളിവിടെ ഉണ്ടല്ലോ. അതാണ്, ഏത് കാമുകനെ റദ്ദാക്കി കളയാനായിട്ട് ചങ്ങമ്പുഴ ഒരാൾ മതിയായിരുന്നു അന്ന്. അങ്ങനെ ഒരാളായിരുന്നു. ഒരു കാലത്തിൻ്റെ പേരാണ്. ഈ ചങ്ങമ്പുഴ അന്ന് നിലപാടില്ലാത്ത കവിയാണ്. അതായിരുന്നു ചങ്ങമ്പുഴയ്ക്കെതിരായ വിമർശനം. ചങ്ങമ്പുഴയ്ക്കൊരു ജീവിത വീക്ഷണമല്ല, ഒരു നിലപാടിൽ ഉറച്ചു നിന്ന് കവിത എഴുതുന്നില്ല എന്ന വലിയ വിമർശനം വന്നപ്പോൾ കേസരി ഒരു ലേഖനം എഴുതി. ചെറിയ ലേഖനമാണ്, ചങ്ങമ്പുഴയുടെ തത്വശാസ്ത്രം. ആ ലേഖനത്തിൽ കേസരി ചെറുതായി പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ: ചങ്ങമ്പുഴയ്ക്ക് വാസ്തവത്തിലൊരു തത്വശാസ്ത്രമുണ്ട്. അതെന്താണ്? ഒരാൾ എന്തായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവോ അതായി നിലനിൽക്കാൻ ഈ സമുദായം അയാളെ അനുവദിക്കുന്നില്ല. ഒരാൾ എന്തായി നിലനിൽക്കണം എന്നാണോ മോഹിക്കുന്നത് അവിടെ ഉറച്ചു നിൽക്കാൻ ഈ ലോകം അയാളെ അനുവദിക്കുന്നില്ല. അതാണ് ചങ്ങമ്പുഴയുടെ തത്വശാസ്ത്രം. അതുകൊണ്ട് ഇന്നലെ നിന്നിടത്ത് ഇന്ന് നിൽക്കാൻ പറ്റുന്നില്ല. ഇന്നലെ പറഞ്ഞത് ഇന്ന് വീണ്ടും ആവർത്തിക്കാൻ പറ്റുന്നില്ല. ലോകം വേട്ടയാടുന്നു. തിരിച്ച് വിപ്ലവത്തെക്കുറിച്ച് ഒന്നും പറയാതിരിക്കുകയും അനുഭവ ലോകത്തെ ആകമാനം പൊളിച്ചു പണിയുകയും ചെയ്യുന്ന എഴുത്തുകാരെയും നമുക്ക് കാണാം. ബഷീറിനെ പോലെ ഒരാളെ. ഇതിൽ വിപ്ലവപരമായതെന്ന് പറയുന്നത് വിപ്ലവത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളല്ല, മറിച്ച് അനുഭവത്തിൻ്റെ തലത്തിൽ അയാൾ കൊണ്ടുവരുന്ന വിച്ഛേദങ്ങളാണ് എന്ന് കേസരിക്ക് അറിയുമായിരുന്നു. ഈ ബോധ്യത്തിലാണ് കേസരി ചങ്ങമ്പുഴയെ ഉയർത്തിക്കൊണ്ടുവന്നത്. ഇങ്ങനെ തൻ്റെ സാഹിത്യ ചിന്തയിൽ കേസരി പ്രസ്ഥാന നിരൂപണം ഒരു ഭാഗത്ത്, ഫങ്ഷണലിസം എന്നത് മറ്റൊരു ഭാഗത്ത്, ബഹുവൈജ്ഞാനികത എന്നത് മൂന്നാമതൊരു ഭാഗത്ത്, ഈ മൂന്ന് ആധാരങ്ങളിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന തൻ്റെ സാഹിത്യ ചിന്ത നിശ്ചയമായും താൻ ജീവിച്ച കാലത്തിൻ്റെ സൗന്ദര്യാവബോധത്തെ ആഴത്തിൽ വെല്ലുവിളിക്കാനും മറികടക്കാനും കെൽപ്പുള്ളതായിരുന്നു. നിശ്ചയമായും അക്കാലത്തിനത് അസ്വീകാര്യവും ആയിരുന്നു. ഈ അസ്വീകാര്യതയാണ് കേസരിയെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് മിക്കവാറും സമൂഹത്തിലോ കേരളത്തിൻ്റെ വായനാ മണ്ഡലത്തിലോ കാര്യമായ ഇടമില്ലാത്തൊരാളാക്കി മാറ്റിയത്. ഒപ്പം തന്നെ അദ്ദേഹം വളരെ നിസ്വനായി ജീവിച്ച് മരിക്കുകയും ചെയ്തു. കേസരിയുടെ ദാരിദ്ര്യത്തിൻ്റെ തോത് അറിയാൻ ഋഗ്വേദത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രബന്ധങ്ങൾ പലതും അദ്ദേഹം എഴുതിയത് സർക്കാർ അയച്ചു കൊടുക്കുന്ന ഗസറ്റിൻ്റെ മറുപുറത്ത് പെൻസിലും ഉണ്ടായിരുന്നു എന്ന് കൂടി ഓർക്കേണ്ടതാണ്. കടലാസ് വാങ്ങാൻ കാശില്ലാത്തതുകൊണ്ട് സർക്കാർ അയച്ചു കൊടുക്കുന്ന ഗസറ്റിൻ്റെ മറുപുറത്ത് ഒഴിഞ്ഞ പേജിലാണ് കേസരി അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധങ്ങൾ പലതും എഴുതിയത്. അത് കേരളത്തിൽ ഒരു മാസികയും അച്ചടിക്കുമായിരുന്നില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഉത്സവ കമ്മിറ്റിക്കാരിറക്കുന്ന സോവനീറുകളിലാണ് കേസരിയുടെ ചരിത്ര ഗവേഷണങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടത്. നമ്മുടെ യുക്തിബോധത്തെ, നമ്മുടെ സാമാന്യബോധത്തെ അലോസരപ്പെടുത്തുന്ന, അതിനെ അതേപടി നിലനിർത്താൻ അനുവദിക്കാത്ത അതിനിശിതമായ ധൈഷണികതയായിരുന്നു കേസരിയുടേത്. വാസ്തവത്തിൽ ധൈഷണികമായി തീരാത്ത, സമ്പൂർണമായി ധൈഷണികമായി തീരാത്ത ഒരനുഭവവും കേസരിക്ക് ഉണ്ടായിരുന്നില്ല. ഇതൊരു പ്രശ്നമാണ്. അത് കേസരി തന്നെ തിരിച്ചറിയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിക്കൽ നോട്ട്സിൽ അദ്ദേഹം പറയുന്ന ഒരു കൗതുകമുള്ള കാര്യം, എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞിൻ്റെ മരണശേഷം വളരെ ഒറ്റപ്പെട്ട് ഏകാന്തതയിൽ പെട്ടുപോയ സമയത്ത് അവർക്ക് ആശ്വാസം നൽകണമെന്ന് കരുതിയിട്ട് എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിലും അവരോട് സംസാരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ സംസാരിച്ച് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ ഏർപ്പെട്ടിരിക്കുന്ന ചരിത്ര ഗവേഷണത്തിലെ പ്രശ്നങ്ങൾ എന്നെ വലയം ചെയ്യും.
അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, വള്ളിവാണ പെരുമാളുടെ കുഴിമാടം എവിടെ, അല്ലെങ്കിൽ സെൻറ് തോമസ് ജനിച്ചത് എവിടെ തുടങ്ങിയ ചോദ്യങ്ങൾ എന്നെ വന്ന് മൂടുന്നതോടെ ഭാര്യയായിട്ടുള്ള സംഭാഷണം ഞാൻ മറന്നു പോകുമായിരുന്നു എന്നാണ്. ഇത് അദ്ദേഹം എഴുതുന്നൊരു കാര്യമാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ഈ ലോകത്തെ മുഴുവൻ സ്നേഹിച്ചാൽ നിങ്ങൾക്കുണ്ടാകാവുന്ന ഒരു തകരാറ് നിങ്ങൾ വളരെ സ്നേഹശൂന്യനായ ഒരു മനുഷ്യനായിട്ടാണ് മനസ്സിലാക്കപ്പെടുക എന്ന്. ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്നവർക്ക് സ്നേഹശൂന്യനായൊരു മനുഷ്യനായിട്ടേ പുറം ലോകത്തിന് മുമ്പിൽ തെളിയാൻ പറ്റൂ. കാരണം നിങ്ങൾ ആരോടും പ്രത്യേകമായി സ്നേഹം കാണിക്കുന്നില്ല. നിങ്ങളുടെ സ്നേഹം മുഴുവൻ മനുഷ്യരാശിയോടും ആണ്. അങ്ങനെ ജീവിച്ച ഒരാളാണ് താൻ എന്ന് കേസരി സ്വയം എഴുതുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ സാധാരണ പേര് പറയുമ്പോൾ മലയാളത്തിലെ പ്രധാനപ്പെട്ട വിമർശകർ എന്ന് പറഞ്ഞു പോകാവുന്ന പേരുകളിൽ ഒന്നല്ല കേസരി ബാലകൃഷ്ണപിള്ള എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അത് ഒരു നൂറ്റാണ്ട് സംഭാവന ചെയ്ത ഏറ്റവും മഹത്വപൂർണമായ ധൈഷണികതകളിൽ ഒന്നാണ് കേസരിയുടേത്. അത് പല പേരുകളിൽ ഒന്നായിട്ടല്ല, നമ്മുടെ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ പേരുകളിലൊന്നായിട്ട് മനസ്സിലാക്കപ്പെടേണ്ടതാണ്. വലിയ ചിന്തകന്മാരെ പോലെ അദ്ദേഹവും തൻ്റെ കാലത്താൽ സ്വീകരിക്കപ്പെടാതെ പോയി. അത് വലിയ മനുഷ്യർക്കുള്ള ഒരു പ്രശ്നമാണ്. ഇപ്പോൾ മാർക്സ് ജീവിച്ച കാലത്ത് അദ്ദേഹം കാര്യമായിട്ട് ആരാലും മാനിക്കപ്പെട്ട ഒരാളല്ല. നിങ്ങളൊട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടാവാനിടയില്ലാത്തൊരു കാര്യം, സമീപകാലത്ത് തന്നെയാണ് ഞാനും അത് മനസ്സിലാക്കിയത്. മാർക്സിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് 11 പേരാണ് എന്നത് അത്ഭുതകരമായ കാര്യമാണ്. അപ്പോഴേക്കും മാർക്സിൻ്റെ പേരിൽ പ്രസ്ഥാനങ്ങൾ വരെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും 11 പേർ മാത്രം പങ്കെടുത്ത അദ്ദേഹത്തിൻ്റെ മൂലധനം 20 വർഷക്കാലം പണിയെടുത്ത് അദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ 1ാം വോള്യം ജർമ്മൻ ഭാഷയിൽ 1000 കോപ്പി 5 കൊല്ലം കൊണ്ടാണ് വിറ്റുപോയത്. മാർക്സ് അതേക്കുറിച്ച് പറഞ്ഞൊരു വാക്യം, അതെഴുതാൻ വേണ്ടി ഞാൻ വലിച്ച സിഗരറ്റിൻ്റെ വില പോലും എനിക്കതിൽ നിന്ന് കിട്ടിയിട്ടില്ല. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, തനിക്ക് കൈവന്നിട്ടില്ലാത്ത, ഒരിക്കലും കൈവന്നിട്ടില്ലാത്ത ഒന്നിനെക്കുറിച്ച് ഇത്രയേറെ എഴുതുകയും ആലോചിക്കുകയും ചെയ്ത വേറെ ആരും ലോകത്തുണ്ടാവില്ല എന്നാണ്. ക്യാപിറ്റൽ. ഇതൊരു മനുഷ്യൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. കാരണം ഒരു കാലത്തിൻ്റെ ചിന്തയോട് ഒത്തുപോകുമോ, ഒരു കാലത്തിൻ്റെ ചിന്തയെ ഭേദിച്ചു പോകുമോ? അങ്ങനെ ഒത്തുപോയവർക്ക് ആ കാലത്ത് വലിയ സ്വീകാര്യത ഉണ്ടാവും. ഭേദിച്ചു പോയവർ പിൽക്കാലത്ത് പതിയെ 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 തെളിഞ്ഞു വരും പറഞ്ഞല്ലോ. കേസരി അങ്ങനെ തെളിഞ്ഞു വരുന്ന ഒരാളാണ്. അത് അദ്ദേഹത്തിൻ്റെ ധൈഷണികതയുടെ വലിയൊരു സവിശേഷത കൂടിയാണ് എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും കേസരി ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. ഞാൻ അദ്ദേഹത്തിൻ്റെ സാഹിത്യചിന്തയെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു ചരിത്രാന്വേഷകൻ എന്ന നിലയ്ക്ക് കേസരി ഉയർത്തിയ വലിയ ചോദ്യങ്ങളുണ്ട്. കലാവിമർശകൻ എന്ന നിലയ്ക്ക് ഒരുപക്ഷെ മലയാളത്തിൽ ആദ്യത്തെ കലാവിമർശകൻ്റെ പേരാണ് കേസരി ബാലകൃഷ്ണപിള്ള എന്നത്.